രാവിലെ എണീക്കുമ്പോൾ കണ്ണിന് ചുറ്റും കാണുന്ന പഫിനെസ്, മുഖത്തിന്റെ ഷേപ്പ് നഷ്ടപ്പെട്ട പോലെ മുഖം വീർത്തിരിക്കുക, അൺഈവൻ സ്കിൻ ടോൺ, ഡൾനെസ്, സൈനസൈറ്റിസ്, അലർജി പോലുള്ള കണ്ടീഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 5 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലിംഫാറ്റിക് മസാജിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ബൽക്കിസ് ബാനു. ലിംഫ് നമ്മുടെ കോശങ്ങളിൽ നിന്നുള്ള ഇമ്പ്യൂരിറ്റീസിനെയും ബാക്ടീരിയാസ്, വേസ്റ്റ് മെറ്റീരിയൽസ്, അതേപോലെയുള്ള എക്സ്ട്രാ ഫ്ലൂയിഡിനെയും ക്യാരി ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ്. ഇത് നമ്മുടെ ബോഡി മൊത്തം ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത് പോലെ സർക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ബ്ലഡിനെ പോലെ ഒരു ഹാർട്ട് പോലുള്ള ഒരു പമ്പിംഗ് സിസ്റ്റം ഇതിനില്ല. അപ്പൊ നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് അനുസരിച്ചാണ് ഇത് ബോഡി മൊത്തം ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ശരിയാവണ്ണം ഒരു ബോഡി മൂവ്മെന്റ്സോ മസിൽ മൂവ്മെന്റ്സോ ഇല്ലാത്തത് കൊണ്ട് ഇതെന്ത് ചെയ്യും, ചില സമയത്ത് ഇത് സ്റ്റാഗ്നന്റ് കെട്ടിക്കിടക്കാനും അല്ലെങ്കിൽ ഇതിന്റെ ഫ്ലോയെ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്കൊരു മസാജ് കൊടുത്തുകൊണ്ട് ഇതിന്റെ ഫ്ലോയെ കറക്റ്റ് ചെയ്യാം. ഇനി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്കിന്നിന് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ സ്കിന്നിലെ കൊളാജനെ ബൂസ്റ്റ് ചെയ്തിട്ട് ഇത് സ്കിൻ കുറച്ചും കൂടി ടൈറ്റ് ആൻഡ് ഫേം ആവും. മാത്രമല്ല നമ്മൾ ഡീടോക്സിഫൈ ചെയ്യുന്നതുകൊണ്ട് ബാക്ടീരിയാസിനൊക്കെ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പുതിയ മൂക്കുരുകൾ വരാനുള്ള സാധ്യതയും കുറവാണ്. ഇനി ഇത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സെറംസും ക്രീംസും ഒക്കെ കുറച്ചും കൂടി അബ്സോർബ് ആവും. മാത്രമല്ല നമുക്കൊരു ഹെൽത്തി ഗ്ലോയി സ്കിൻ കിട്ടും. ഇനി സൈനസൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിലാണെങ്കിൽ നമ്മുടെ സൈനസിൽ കെട്ടിക്കിടക്കുന്ന ഈ ഫ്ലൂയിഡിനെയൊക്കെ നമ്മൾ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ അസുഖം മാറിക്കിട്ടും. ഇനി എങ്ങനെയാണ് ഈ മസാജ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ക്യാരി ചെയ്യുന്ന ലിംഫ് എല്ലാം ലിംഫ് നോഡ്സിലാണ് എത്തുക. അവിടെ വെച്ചിട്ടാണ് ഈ ബാക്ടീരിയാസിനെയും ഈ ഇമ്പ്യൂരിറ്റീസിനെയും വേസ്റ്റ് മെറ്റീരിയൽസിനെയൊക്കെ അത് ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പൊ എവിടെയൊക്കെയാണ് നമ്മുടെ ഫേസിലെ ലിംഫ് നോഡ്സ് എന്ന് നോക്കാം. ഒന്ന് ചെവിക്ക് ഫ്രണ്ടില്, ബാക്കില്, പിന്നെ ഈ ഒരു ചിൻ ഏരിയയില്, അത് കഴിഞ്ഞ് കഴുത്തില്, അത് കഴിഞ്ഞാൽ ഇതെല്ലാം എൻഡ് ചെയ്യുന്നത് നമ്മുടെ കോളർ ബോൺ അല്ലെങ്കിൽ ബ്യൂട്ടി ബോൺ എന്ന് പറയുന്ന ഈ ബോണിന്റെ മിഡിലായിട്ടാണ്. അപ്പൊ മസാജുകളൊക്കെ എൻഡ് ചെയ്യുന്നത് ഏകദേശം ഇവിടെ വെച്ചായിരിക്കണം. എപ്പോഴും ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു മസാജ് കൊടുത്താൽ മതി. കാരണം ഈ ലിംഫ് നോഡ്സ് ഒക്കെ സൂപ്പർഫിഷ്യൽ ആണ്, ജസ്റ്റ് സ്കിന്നിന്റെ താഴെയാണ്. അപ്പൊ ജെന്റിൽ ആയിട്ടുള്ള ഒരു മൈൽഡ് ആയിട്ടുള്ള മസാജ് കൊടുത്താൽ മതി. പക്ഷെ എല്ലാ മസാജുകളും സ്ലോലി ചെയ്യാം. ഇനി മസാജുകളൊക്കെ ഒരു 5 to 6 ടൈംസ് ചെയ്യാം. ആദ്യം വയറ് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക, സാവകാശം വിടുക. ഇങ്ങനെ 3 to 5 ടൈംസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വയറ്റിനകത്തുള്ള ലിംഫാറ്റിക് ഡ്രെയിനേജ് കറക്റ്റ് ആവുന്നതാണ്. അതിനുശേഷം കക്ഷത്തിൽ ഒരു 5 to 6 ടൈംസ് നന്നായിട്ട് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മസാജ് ചെയ്യുക, 2 കക്ഷം. അതിനുശേഷം ഷോൾഡർ റീജിയനിലും ഇതുപോലെ 5 to 6 ടൈംസ് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ചിൻ ഏരിയ 2 സൈഡിലായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക 5 to 6 ടൈംസ്. ചെവിടെ ഭാഗം വരുമ്പോൾ കൈ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ 5 to 6 ടൈംസ് റൗണ്ട് മസാജ് കൊടുക്കുക, 2 ചെവിയിലും കൊടുക്കുക. അതിനുശേഷം നെറ്റിയുടെ ഭാഗം വരുമ്പോൾ ഇതുപോലെ കൊണ്ടുവന്ന് ചെവിയുടെ അവിടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് താഴേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ എല്ലാ മസാജസും 5 to 6 ടൈംസ് ചെയ്യണം. അത് കഴിഞ്ഞ് പുരുകത്തിന്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെ കൊണ്ടുവന്നിട്ട് കണ്ണിന്റെ അടിയിൽ, കവിള്, മുഖം അല്ല ചുണ്ടിന്റെ ഭാഗം, താടി. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ജോ ലൈൻ കിട്ടാനും സഹായിക്കും. ഇനി അതിനുശേഷം നമ്മുടെ ചെവിയുടെ ഭാഗം ഒന്നും കൂടി സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കഴുത്ത് നന്നായിട്ട് താഴേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. കഴുത്തിന്റെ ബാക്കിൽ നിന്ന് എല്ലായിടത്തും മസാജ് ചെയ്യുക. അതിനുശേഷം ഷോൾഡർ രണ്ടാമതും മസാജ് ചെയ്യുക. അതുപോലെ തന്നെ കക്ഷവും മസാജ് ചെയ്യുക. അതിനുശേഷം ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് നമുക്ക് അവസാനിക്കാം. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു 2 to 3 ഡ്രോപ്സ് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേറ്റഡ് ഓയിലോ മുഖത്ത് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈ കുറച്ചുകൂടി സ്ലൈഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അലോവേറ ജെല്ല് യൂസ് ചെയ്യാം. അപ്പം ഫോളോ മീ ഫോർ മോർ സ്കിൻ ആൻഡ് ഹെയർ ടിപ്സ്.